ഞാനും അശ്വതിയും കൂടെ ഒന്ന് പുറത്ത് പോവാണ്. ഓട്ടോ വന്ന സ്ഥിതിക്ക് ഇനി പോകുന്ന വഴി കാര്യങ്ങൾ പറയാം. ആദ്യം ഞങ്ങൾ എടിഎമ്മിലേക്ക് വന്നു കേട്ടോ. പൈസ എടുത്ത് തുടങ്ങി. ഞാനിപ്പോൾ കൂടുതൽ സാധനങ്ങളും ഓൺലൈനാട്ടോ വാങ്ങാറ്. സമയക്കുറവുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ അങ്ങ് തീരുമാനിച്ചു പുറത്തിറങ്ങിയേക്കാന്ന്. അപ്പോൾ പിള്ളേർ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങി ട്ടോ. പിള്ളേർക്ക് വേണ്ടി തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ കയറി പൗഡർ പഫ് ഒക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു കേട്ടോ. അതിവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ഷോപ്പിലേക്ക് കുഞ്ഞാവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ്, പിന്നെ കുഞ്ഞാവയ്ക്കുള്ള പൗഡർ പഫ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം മേടിക്കാമെന്ന് വിചാരിച്ചു. അറിയാത്തവർക്ക് ഒന്നും കൂടെ പറയാം, അശ്വതി എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഇപ്പം ഈ കാണിച്ച സംഗതി വാങ്ങാനാണ് നമ്മൾ ഈ മലനാട് ഫർണിച്ചറിലേക്ക് വന്നേക്കുന്നത്. തുണിയൊക്കെ ഇടുന്ന പോലത്തെ സ്റ്റാൻഡ്. ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ഈ തൊട്ടിലാണ് കേട്ടോ ആദ്യം എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്കും എൻ്റെ സിസ്റ്ററിനൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ അലമാരി വാങ്ങിയത്. വെറൈറ്റി ഓഫ് അലമാരാസ് ഉണ്ട് കേട്ടോ, എല്ലാ തരത്തിലുള്ളതും. ഞാനിങ്ങനെ ഫുള്ള് നടന്ന് കാണുമായിരുന്നു. അതിനിടയ്ക്ക് ഒത്തിരി സാധനങ്ങൾ കണ്ടു. കുഞ്ഞിപ്പിള്ളേരുടെ ടേബിള്, പിന്നെ അലമാരാസ് തന്നെ പല രീതിയിലുണ്ട്. സ്റ്റീൽ വേണമെങ്കിൽ അത്, തടിയുടേത് അങ്ങനെ. പിന്നെ ചെയറുകൾ എല്ലാവർക്കും ഒന്ന് ഇരുന്നൊക്കെ നോക്കി കേട്ടോ ഞാൻ. അടുത്ത മെയിൻ സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ കാണിച്ചു തരാം. ഇത് കുഞ്ഞൊരു ഡൈനിങ് ടേബിളാണ്, കുഞ്ഞൊരു വീടിന് പറ്റിയത്. അതായത് 6 ചെയേഴ്സാണ് വരണത്. ഐ മീൻ 6 സീറ്റ്. കുഞ്ഞി ടേബിളൊക്കെ ആയിട്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തടിയുടെയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഇതെനിക്ക് ഇഷ്ടമായി കേട്ടോ അവിടെ വന്ന് കണ്ടിട്ട്. ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ഷോപ്പിൽ നിന്നപ്പോൾ അവിടെ ആളില്ല. എന്നാൽ പിന്നെ ആ ഗ്യാപ്പിൽ ദാഹം മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ഷേക്കും അവളൊരു ഫ്രഷ് ലൈമുമാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ അവളോട് ചോദിച്ചു കേട്ടോ, നീ വീഡിയോ വരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഓ ഇനിയിപ്പോൾ എന്തായാലും വരാനുള്ളല്ലേ എന്ന്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. അങ്ങനെ ക്യാമറയിൽ വരുന്നതോ അങ്ങനെയൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പം പക്ഷേ ഓക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം കടയിൽ പോയി. അപ്പോൾ ചേട്ടൻ പള്ളിയിൽ പോയതായിരുന്നേ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കഴിക്കാനല്ല ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നു. ഇപ്പോൾ ആളെത്തിയിട്ടുണ്ട്. ഇനി ഇതോടെ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. വെയിലെന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ, തോർത്ത്, ചെരുപ്പ്, സ്ക്രബ്ബർ അങ്ങനത്തെ സാധനങ്ങൾ അതെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചു. എല്ലാ സാധനങ്ങളും പെട്ടിയിലാക്കി പോവുകയാണ്. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഫീഡ്ബാക്സോ ഒക്കെ കമൻസ് ആയിട്ടും അറിയിക്കണേ, മറക്കരുത്.